എനിക്ക് തോന്നുന്നു മുതുകാട് ആയിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത് അല്ലേ? അപ്പം ഒരു നന്മയുള്ള ഒരു വ്യക്തി നന്മയുള്ള സിനിമയിലൂടെയാണ് യാത്ര ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഞാൻ ഇതിനകത്ത് അഭിനയിക്കുകയല്ല, ഞാനായിട്ട് തന്നെയാണ് ജീവിക്കുകയാണ്. ജീവിക്കുക എന്ന് പറഞ്ഞ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ എന്നോട് അഷ്റഫ്ക്ക സംസാരിച്ചു. ഞാനൊക്കെ മാധ്യമപ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തെ കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം ആദ്യം തുടക്കത്തിലേ പറയുന്ന സാറൊക്കെ അഭിനയിക്കാൻ വരുന്ന കാര്യങ്ങളൊക്കെ പറയും. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഈ സിനിമയിൽ. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു കഴിവ് നമ്മളൊക്കെ കണ്ടതാണ്. അതെങ്ങനെയാണ് സാറ് കാണുന്നത്? എൻ്റെയും പ്രിയ സുഹൃത്താണ് EM അഷ്റഫ് എന്ന് പറയുന്നത്. ഞങ്ങൾ ദുബായിൽ പണ്ടൊരു പ്രഡിക്ഷൻ നടത്തിയിരുന്നു. അതായത് 3 ദിവസം കഴിഞ്ഞ് വരാൻ പോകുന്ന മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ ആദ്യം തന്നെ പ്രഡിക്റ്റ് ചെയ്യുന്നൊരു മാജിക് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അന്ന് പ്രസ് ഫോറത്തിൻ്റെ പ്രസിഡന്റോ മറ്റോ ആയിരുന്നെന്ന് തോന്നി. ആ കാലത്ത് ഉള്ള ബന്ധമാണ്. അതിനുശേഷം പിന്നെ അത് ബന്ധം തുടർന്നു. അപ്പോൾ ഈയിടെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്. ആ സിനിമയിലെ വിഷയം എന്ന് പറയുന്നത് കുട്ടികളുടെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്, കുടുംബമായിട്ട് ബന്ധപ്പെട്ടതാണ്, സ്നേഹമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനൊരു സിനിമയിലൊരു ഗോപിനാഥ് മുതുകാടായിട്ട് തന്നെ വരാമോ എന്ന് ചോദിച്ചു. മൻസൂർ പള്ളൂർ ഇതിൻ്റെ പ്രൊഡ്യൂസർ, അദ്ദേഹവും എൻ്റെ പ്രിയ സുഹൃത്താണ്. രണ്ടുപേരും പ്രവാസികളുമാണ്. പ്രവാസികളുമാണ്. അപ്പോൾ ഈ രണ്ടുപേരും ഇത് പറഞ്ഞ സമയത്ത് എനിക്കും തോന്നി, കാരണം ഇതൊരു കുടുംബങ്ങളിലേക്ക് എത്തേണ്ട സ്നേഹവാത്സല്യങ്ങളുടെ ഒരു സിനിമയായതുകൊണ്ട് വരാം എന്നൊരു താല്പര്യം എനിക്കും തോന്നി. അങ്ങനെ ഞാനും ക്യാമറയുടെ മുമ്പിൽ വന്നു. അത്രയേ ഉള്ളൂ. എനിക്ക് ഞാൻ സാറിനെ കാണുന്നത് നമ്മൾ എൻ്റെ വീട് തൊടുപുഴയാണ്. ഫ്യൂജിഗംഗ എന്നൊരു സുനിലൊക്കെ ആയിട്ട് സുനിലാണ് ഇപ്പോൾ അവിടെ മാനേജർ. അതെ 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 ഡിഫറെന്റ് ആർട്ട് സെന്ററിന്റെ മാനേജർ സുനിലാണ്. അതെ അല്ലേ? അപ്പൊ ഈ നമ്മുടെ ഇഷ്യൂ ഒക്കെ ഉണ്ടാകുമ്പോൾ സുനിൽ എന്നെ വിളിക്കും, സംസാരിക്കും, എനിക്ക് വീഡിയോസ് അയച്ചു തരും, എല്ലാം എന്നോട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അത്രയും ഞങ്ങൾ കണക്ഷൻ ആയിരുന്നു. അദ്ദേഹം എക്സൈസിൽ ജോലി ചെയ്യുന്ന കാലം തൊട്ടുള്ള ബന്ധമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത് തൊടുപുഴയിൽ പ്രോഗ്രാം ചെയ്യാൻ വരുമ്പോഴാണ്. അതെ അതെ അതെ, തൊടുപുഴയിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ, ഷോയ്ക്ക് വരുമായിരുന്നു. ഫ്യൂജി ഗംഗയുടെ ഷോയ്ക്ക് തന്നെ ഒരു പലതവണ വന്നിട്ടുണ്ട് ഞാൻ. അതെ, ഈ ഇത്തരം ഒരു സബ്ജക്റ്റ് ഇപ്പം ഫാമിലി ആയിട്ട് കണ്ട സബ്ജക്റ്റ് എന്ന് പറഞ്ഞു ഒത്തിരി സബ്ജക്റ്റുകൾ വരുന്നത്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ കൊണ്ട് തീരുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ കാണുന്നത്. ആ 1.5 മണിക്കൂർ കൊണ്ട് ഒരു ഫാമിലിക്ക് എന്തൊക്കെ ഇതിൽ നിന്ന് ഉൾക്കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് സാറ് വിലയിരുത്തിയിട്ടുണ്ടോ? ഏറ്റവും പ്രധാനം, നമ്മൾ കുട്ടികളിൽ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് താരതമ്യം ചെയ്യലാണ്. ഒരു കുട്ടിയെ മറ്റേ കുട്ടിയെ തമ്മിൽ. ഇപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, താങ്കൾ എന്നോട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നു, ഞാൻ ധാരാളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. താങ്കൾ എന്നോട് സ്വപ്നം കാണാൻ വേണ്ടി പറയുന്നു, ഞാൻ ധാരാളം സ്വപ്നം കാണാറുണ്ട്. പക്ഷേ എനിക്കെന്താണ് എൻ്റെ സ്വപ്നത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആവാൻ സാധിക്കാത്തത്? ഇതാണ് അന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന് അബ്ദുൽ കലാം പറയുന്ന ഉത്തരം യു ആർ യുണീക്ക് എന്നാണ്. നിങ്ങളാണ് എന്ന് ബോധ്യപ്പെടുക. നമ്മൾ പലപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യവും മാതാപിതാക്കൾ മനസ്സിലാക്കാത്തൊരു കാര്യവും അതാണ്. ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുക. അതായത് ആ കുട്ടിക്ക് മാത്തമെറ്റിക്സിന് ഫുൾ മാർക്ക്, നിനക്കെന്താണ് കിട്ടാത്തത്? ഈ കുട്ടി മാത്തമെറ്റിക്സിന് എക്സ്പേർട്ട് ആവണമല്ല. അപ്പോൾ നമ്മൾ ഓരോ കുട്ടിയും ഓരോ കുട്ടിയാണ്. ഇപ്പോൾ ഞാനും താങ്കളും ഒന്നല്ല. എന്നെപ്പോലെ താങ്കൾക്കാവാൻ പറ്റില്ല, താങ്കളെപ്പോലെ എനിക്കും ആവാൻ പറ്റില്ല. ഇത് ഞാൻ മനസ്സിലാക്കണം. നമ്മുടെ കൈരേഖ പോലും എല്ലാം കോടാനുകോടി ആളുകൾ വന്നിട്ട് ഇനി വരാനിരിക്കുന്നവർക്ക് പോലും വ്യത്യസ്തമായി എനിക്ക് മാത്രമായിട്ടൊരു കൈരേഖ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കണ്ണിൻ്റെ കൃഷ്ണമണി എല്ലാം ഡിഫറെൻ്റാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രകൃതി ആഗ്രഹിക്കുന്ന നമ്മളെല്ലാവരെയും ഡിഫറൻ്റാക്കി നിർത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മാതാപിതാക്കൾ പലപ്പോഴും മക്കളെ താരതമ്യം ചെയ്യുക എന്ന് പറയുന്നൊരു വലിയ വിപത്ത് ചെയ്യുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഷോക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഈ സിനിമയുടെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. സ്നേഹം കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാതിരിക്കുക, സ്നേഹം പങ്കുവെക്കപ്പെടുക, ഒരിടത്തേക്ക് സ്നേഹം കൂടുതലായിട്ട് വഴുതി പോവുക, ഇങ്ങനെയുള്ളൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ റിഫ്ലക്ഷൻസ് കുട്ടികളുടെ ഭാഗത്തു നിന്ന് വരും. അവർ റിഫ്ലക്ഷൻസ് ചില സമയത്ത് അത് അധികരിച്ച് അതൊരു വല്ലാത്ത ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് അത് മാറിപ്പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് ഈ സിനിമയുടെ ഒരു ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ് ചെയ്യുന്നൊരു മേഖലയും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സാറ് ക്യാച്ച് ചെയ്യാൻ പറ്റിയിരുന്നു. തീർച്ചയായിട്ടും. ഞാൻ ഒരു ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ ആ പ്രശ്നങ്ങൾ ഒതുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ആ കുട്ടിയെ സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് കൈകാര്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ കഥ കേട്ടപ്പോൾ തന്നെ അല്ലേ ഒരു നോയും പറയില്ല, ഞാൻ ചെയ്യാമെന്ന് പറയുന്നത്. സാറിന് വല്ലാതെ അലട്ടിയ ഒരു വർഷമാണ് അല്ലേ? എനിക്ക് തോന്നുന്നു സാറ് ഇത്രമാത്രം വിഷമിച്ച ഒരു മുഹൂർത്തം ഉണ്ടായിട്ടുണ്ടാവില്ല. ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിച്ചു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ കഴിയും. ചെയ്യാത്ത കുറ്റത്തിന് അവിടെയൊക്കെ ഒരു പോയിന്റ് വന്നത് എനിക്ക് തോന്നുന്നു ആ വാർത്തകൾ പുറം ലോകത്തിലേക്ക് വരുന്നത് യൂസുഫ് അലി സാർ എന്ന് പറയുന്ന മഹാവ്യക്തി താങ്കൾക്കൊരു ഫണ്ട് തരുന്നത് കൂടിയാണ് വാർത്ത. അതിൻ്റെ പിന്നിലൊക്കെ വലിയൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് വിശ്വസിക്കുന്നില്ലേ? ഉണ്ടാവണമല്ലോ, ഉണ്ടായതുകൊണ്ടാണല്ലോ അങ്ങനെ വന്നത്.
ഉണ്ടാവും. അവരോടൊന്നും പരിഭവമില്ല? ഒരു പരിഭവമില്ല. കാരണം എനിക്ക് പരിഭവിച്ചിരിക്കാനുള്ളൊരു സമയമില്ല എന്നുള്ളതാണ്. ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഒരു 60 വയസ്സ് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഒരു ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് അത്ര അധികം വർഷമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഭിന്നശേഷി മേഖലയിൽ ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പറയണത് 15% ഓഫ് ദി പോപ്പുലേഷൻ, ഇതൊരു വലിയ സംഖ്യയാണ്. 15% ആളുകളാണ് ഇന്ത്യയിൽ ഭിന്നശേഷി മേഖലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം 2.2%. ഇപ്പോൾ ഒരു 13% ഇൻവിസിബിളായിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനത്തിലാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് ഈ പറയുന്ന പോലെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അപ്പോഴും ഗോപിനാഥ് മുതുകാട് എന്നൊരു വ്യക്തി അതിനൊന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് പ്രതികരിക്കാതെ മാറി നിന്നത്? പ്രതികരിച്ചിട്ട് എന്താണ് കാര്യം? ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്ത് പ്രതികരിച്ചു കഴിഞ്ഞാലും അതിനകത്തുള്ളൊരു പോസിറ്റീവ് സൈഡ് എടുക്കുന്ന ഒരു ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. അതിനകത്തുള്ള ചെറിയ കാര്യങ്ങൾ അടർത്തി മാറ്റി അതിന് നെഗറ്റിവിറ്റി മാത്രം കാണാനും കേൾക്കാനുമാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ചാനൽ തന്നെ ഒരു പോസിറ്റീവായിട്ടൊരു സാധനവും നെഗറ്റീവായ സാധനവും ഇട്ട് നോക്ക്. നെഗറ്റീവായ സാധനങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി 10-15 ആളുകളെ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തിനാണ് പ്രതികരിക്കുന്നത്? അതിനെന്താ അർത്ഥമുള്ളതിനകത്ത്? ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് ബോധ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം. അതിനകത്ത് സത്യസന്ധമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് കാര്യം. അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഒരു പരാതി പോലുമായിട്ട് മുന്നോട്ടുള്ള ഒരു പോലീസ് ചെയ്യുന്നുണ്ട്. നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എടുക്കുന്നൊരു തീരുമാനമല്ല. ഇതിനൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ജിജി തോംസൺ ആണ് അതിൻ്റെ ചെയർമാൻ, പഴയ ചീഫ് സെക്രട്ടറിയാണ്. അതെ. അവരൊക്കെ എടുത്ത തീരുമാനത്തിൻ്റെ പ്രകാരം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ച ഒരു ട്രസ്റ്റാണിത്. സർക്കാരിൽ നിന്നും എനിക്ക് തോന്നുന്നു ടീച്ചറിൻ്റെ സമയത്താണ്, ടീച്ചറിൻ്റെ സമയത്താണ് അതൊക്കെ ചെയ്തത്. ടീച്ചറൊക്കെ ഇതിന് പ്രതികരിച്ചിരുന്നു. ടീച്ചർ ഈ സമയത്ത് ആ സമയം നമ്മൾ പ്രതികരിച്ചിരുന്നു, ഞാൻ അന്വേഷിക്കേണ്ടതാണ്, അന്വേഷിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ അന്വേഷണം നല്ല രീതിയിൽ പോയത് കൊണ്ടാണ് ഇപ്പോഴും മുതുകാട് എന്ന വ്യക്തി ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഞാൻ എല്ലാ ദിവസവും അവിടെ പോകുന്നുണ്ട്. ഇപ്പോഴും അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ 10-200 കുട്ടികളുണ്ട്, കുട്ടികളുടെ അമ്മമാരുണ്ട്. അവിടെ ഒരു പ്രശ്നവുമില്ല. എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട്. അവിടെ വരാത്തവർ ആരാ ഉള്ളത്? അവിടെ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് പുറത്തു നിന്ന് നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ അത് വെറുതെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അതിനകത്ത് ബോധ്യപ്പെടുക എന്നുള്ള ഒരു വലിയ കാര്യമുണ്ട്. അവിടെ വരൂ. അവിടെ ആ കുട്ടികൾക്ക് വരുന്ന മാറ്റം എന്താണെന്നുള്ളത് കണ്ടറിയൂ. അമ്മമാരൊക്കെ എത്രമാത്രം ആഹ്ലാദത്തിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കൂ. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് 1 രൂപ നമ്മൾ പ്രതിഫലമായിട്ട് മേടിക്കുന്നില്ല. കുട്ടികൾക്കെല്ലാം മാസം സ്റ്റൈപ്പൻഡ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു അവസരത്തിൽ അവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് ഇതാണ് ചിത്രം എന്ന് മനസ്സിലാക്കുക. അതാണ് പ്രധാനം. എന്നിട്ട് വേണം ഇത്തരം സംസാരിക്കാൻ. അതാണ് ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ ചലഞ്ച് ചെയ്യുന്നു. നിങ്ങൾ വന്ന് കാണൂ, അവിടെ ഉള്ളവരോട് സംസാരിക്കും. ആ ഒരു പോയിന്റ് ആണ് സാറ് മുന്നോട്ട് വെക്കുന്ന കാര്യം. അത് അന്നും ഇന്നും ഒരേ മാറ്റമില്ല. അതാണ് അവിടെയാണ് ഈ ചിരി തന്നെയാണ് താങ്കൾ നിലനിർത്തുന്നത്. എന്ത് സംശയിക്കുന്നു? സ്റ്റേജിലും ഇങ്ങനെ ചിരിക്കുന്നു, ജീവിതത്തിൽ ഇങ്ങനെ ചിരിക്കുമ്പോൾ അതിൽ ഒരു കളങ്കമില്ലാത്തത് കൊണ്ടാണല്ലോ ചിരിക്കുന്നത്. നമ്മൾ ആരെ ഭയപ്പെടണം? അല്ലേ? ഒന്നുമില്ല. നമുക്ക് നമ്മളെ മാത്രമേ ഭയപ്പെടാനുള്ളൂ. നമ്മൾ തെറ്റായ വഴികളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. കാസർഗോഡ് എന്തായി? നമ്മുടെ കാസർഗോഡ് തുടങ്ങാൻ പോകുന്നു. അതിൻ്റെ ആദ്യത്തെ പ്ലാനും മറ്റുള്ള കാര്യങ്ങളെല്ലാം വരപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അത് കുറച്ച് വലിയ പ്രോജക്റ്റാണ്. അത് ഇതുവരെ ഇല്ലാത്തൊരു രീതിയിലേക്ക് വലിയൊരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ കണ്ട് പഠിച്ച കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചൊരു വലിയ പ്രോജക്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. യൂസുഫ് അലി സാറുമായിട്ട് പിന്നീട് സംസാരിച്ചിരുന്നു? തീർച്ചയായിട്ടും. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഒന്നുമില്ല. അദ്ദേഹം ജാനുവരിയിൽ വീണ്ടും പൈസ തന്നല്ലോ. ആ തരുന്നതിന് തൊട്ട് മുമ്പ് എന്നെ വിളിച്ചിട്ട് അദ്ദേഹം ഇതിനെ പറ്റി ഒന്നും അറിഞ്ഞില്ല. പിന്നെ അദ്ദേഹം ഇതിൻ്റെയൊക്കെ 10,000 ഇരട്ടി പ്രശ്നങ്ങളെ നേരിട്ട ഒരു മനുഷ്യനല്ലേ. ഇതൊന്നും അദ്ദേഹത്തിനൊന്നും ഒരു പ്രശ്നമല്ല. അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു പോകും. ഈ നമ്മുടെ ഇവിടുത്തെ നിയമങ്ങളാണ്. ഇപ്പം നമുക്ക് ദുബായിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരാൾക്കെതിരെ സൈബർ ബുള്ളിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും അവിടെ ഒരു പരാതി കൊടുത്താൽ അദ്ദേഹത്തിന് വലിയ രീതിയിൽ കേസ് ചാർജ് ചെയ്യുന്ന ഒരു ഇതാണ്. പക്ഷെ ഇവിടെ ഒന്നും നിയമങ്ങൾ കർശനമാകാത്തതിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നിയമങ്ങൾ കർശനമാക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഒരു വലിയ ദോഷം എന്താണെന്ന് വെച്ചാൽ വലിയ സ്വപ്നങ്ങളോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾ വരുമ്പോൾ അവരൊക്കെ എന്താണ് കഠിനാധ്വാനം ചെയ്ത് അതിനെ തകർക്കാൻ വേണ്ടി ഒരു നിമിഷം മതി. തകർന്നു കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നവുമില്ല താനും. അതൊരു വലിയ വിഷമമാണ്. അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന നിയമ സംവിധാനം വേണ്ടതാണ്. നിയമം ഉണ്ടല്ലോ ഇവിടെ. ആ നിയമത്തിൽ ഞാനൊരു തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ
എന്നെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്നെ ശിക്ഷിക്കാനോ ഒക്കെയുള്ള നിയമം ഇവിടെ ഉണ്ടല്ലോ. തെറ്റ് ചെയ്യാത്ത ഒരാളെ ക്രൂശിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുക, അതിന് കൈയടിക്കുക, ഇതൊരു ദോഷമുള്ളൊരു കാലത്താണ് നമ്മൾ ചെയ്യുന്നത്. അതൊരു വലിയ വിഷമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു മുതുകാട് എന്ന വ്യക്തിക്കൊക്കെ ഉള്ള ബന്ധങ്ങൾ, രാഷ്ട്രീയപരമായ ബന്ധങ്ങൾ വലുതാണ്. ഈ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെയൊക്കെ എല്ലാ പരിപാടിക്കും താങ്കൾ ഫ്രീ ആയിട്ട് വരെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ കാണുന്നുണ്ട്. എന്നിട്ട് പോലും ഇത്തരം ഒരു ആരോപണം ഉണ്ടായപ്പോൾ ഇവരെ ഒന്ന് സമീപിച്ചില്ലേ? എന്നെ ആരും വിളിച്ചില്ല, ഇല്ല, ഞാൻ അങ്ങോട്ടും വിളിച്ചില്ല. എന്നൊന്നും ആവശ്യമില്ല, കാരണം അങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ. അവർക്കറിയാം താങ്കൾ ആരാന്നുള്ളത്. ഒരു പ്രധാന മീഡിയയിൽ നിന്ന് ഒരു കോൾ പോലും എനിക്ക് വന്നിട്ടില്ല, ഒരു കോൾ പോലും വന്നിട്ടില്ല. സോഷ്യൽ മീഡിയ മാത്രമാണ് ഇത് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാക്കി കളഞ്ഞത്. ഒരു പ്രധാന മീഡിയയിൽ നിന്ന് പോലും ഒരു കോൾ വന്നിട്ടില്ല, ഒരു രാഷ്ട്രീയ നേതാവ് എന്നെ വിളിച്ചിട്ടില്ല, ആരുമില്ല. അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലല്ലോ ഇതിനകത്ത്. അപ്പോൾ അവർക്കെല്ലാം വ്യക്തമായിട്ടുള്ള ബോധ്യമുള്ളതാണ്. പിന്നെ ഇതിൻ്റെ എല്ലാം ഓഡിറ്റഡ് അല്ലേ, നമ്മളെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്ത് നമുക്ക് അവിടെ FCRA ഉള്ളതാണ്. FCRA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തിലൊരിക്കൽ കണക്ക് ബോധിപ്പിക്കണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡൽഹിയിലാണ്. അതൊക്കെ വെറുതെ നടക്കൂ. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടുന്നതല്ലേ എൻ്റെ എല്ലാ അക്കൗണ്ടും. നമ്മൾ സിനിമയിലേക്ക് നേരെ തിരിച്ചു വരുമ്പോൾ ഈ സിനിമ ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരു കുടുംബമായിട്ട് കാണേണ്ട സിനിമയാണ്, ഫാമിലി സബ്ജക്റ്റ് തന്നെയാണെന്ന്. ഇതിനു മുമ്പ് സിനിമകളിലേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല ഇല്ല ഞാൻ പിന്നെ നമ്മുടെ പ്രജേഷിന്റെ ഒരു മേരിയ വസുനോ എന്ന് പറയുന്ന ഷൂട്ട് അവിടെയായിരുന്നു. ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സിനിമ അഭിനയ മോഹമുണ്ടോ? ഇല്ല ഇല്ല. എന്തുകൊണ്ട് ഇല്ല? അത് എൻ്റെ ഒരു മേഖലയല്ല. അതുകൊണ്ട് എൻ്റെ മേഖല ഇന്ദ്രജാലമായിരുന്നു, മാജിക് ആയിരുന്നു. ഇപ്പോഴും ഞാൻ മാജിക് കാണിക്കാറുണ്ട്, പ്രൊഫഷണൽ ഷോ ഇല്ല എന്ന് മാത്രമേ. എന്തുകൊണ്ടാണ് പ്രൊഫഷണൽ ഷോ വേണ്ടെന്ന്? ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. കുട്ടികൾക്ക് വേണ്ടി. അതെ, കാരണം ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 100% അത് ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ 2 ക്ലാസ്സുകളിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നിലേക്ക് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മാജിക് ഷോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എൻ്റെ മാത്രം ഒരു പ്രൊഫഷനാണ്, എൻ്റെ മാത്രം ഒരു അഭിവൃദ്ധിയാണ്, എൻ്റെ മാത്രം ഒരു പോപ്പുലാരിറ്റിയാണ്. ഇത് എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ ഇത്രയും കാലം 45 വർഷം മാജിക്കിലായിരുന്നു, 45 ഇയേഴ്സ് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 45 വർഷത്തെ മാജിക്കിൻ്റെ ആ ഒരു കാലം കഴിഞ്ഞു. ഇനി എനിക്ക് ചെയ്യേണ്ടത് ഇതിനകത്താണെന്നതിൻ്റെ പേരിൽ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അപ്പം കുറേ ആളുകൾ സാറിൻ്റെ ഒപ്പം നടക്കുന്ന യാത്ര ചെയ്ത ആളുകളുണ്ട് ആ മാജിക്. അവരുടെയൊക്കെ ജോലിയൊക്കെ എങ്ങനെയായി? കുറേ ആളുകൾ അവിടെ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും ഉണ്ട്. അവരെ നമ്മൾ കൂട്ടാൻ നിർത്തിയേക്കുവാണ്. അവരെല്ലാം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നത്. അല്ല, ഞാൻ അതാണ് ചോദിച്ചത്. വന്നിറങ്ങുമ്പോൾ ഒരു വലിയൊരു സന്നാഹമാണല്ലോ ഇറങ്ങുന്ന പരിപാടിക്ക്. അപ്പൊ അവരുടെ ഒരു ജീവിതമാർഗം നോക്കണം. സാർ ഇതിലേക്ക് വരുമ്പോൾ അവരെ നമ്മൾ കൂടെ ചേർത്ത് പിടിച്ചാണ് കൊണ്ടുപോകുന്നത്. അതെ അതെ. ആ ഒരു മനസ്സുള്ള ആളുകൾക്കെതിരെയൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊക്കെ ഒരു വേദനയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. ഇനി അതാണ് നമുക്ക് വേണ്ടത്. സിനിമ നല്ല വിജയത്തിന്റെ പാതയിൽ പോകുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ. കാലഘട്ടം എങ്ങനെയാണ് എല്ലാം എനിക്ക് തോന്നുന്നു. നേരെന്ന സിനിമകളിൽ തുടങ്ങിയ യാത്ര ഇപ്പോഴും നല്ല സിനിമകളായിട്ട് ആളുകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണെന്നുണ്ട്. പ്രേക്ഷകർ കണ്ടിട്ട് അഭിപ്രായം പറയുക എന്നുള്ളൊരു ഒരു മാനദണ്ഡവും കൂടെ ഇനി ഉണ്ടാകണമെന്ന് തോന്നുന്നില്ല. പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. എല്ലാം അങ്ങനെ തന്നെയാണ്. ആളുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് അതിനെ ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് കാര്യം. അത് ഏതാണെങ്കിലും, സിനിമയാണെങ്കിലും ഏതാണെങ്കിലും. ഇപ്പം ഈ സിനിമയ്ക്കെതിരെയും ഭയങ്കര സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. റിവ്യൂ ചെയ്യുന്നത് സിനിമയ്ക്ക് വളരെ മോശമാവുന്നു. അതെങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? ഞാൻ പറഞ്ഞത് സിനിമ എന്നുള്ളതോ പ്രൊഫഷൻ എന്നുള്ളതോ സ്ഥാപനം എന്നുള്ളതോ ബിസിനസ് എന്നുള്ളതോ ഏതാണെങ്കിലും പോലും ഇത്തരം ഒരു കാര്യങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റാണ്. കാരണം ഇത് ഒരു കാര്യത്തിൻ്റെ പേരിൽ മാത്രമല്ല. കാരണം ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ബിസിനസ് തുടങ്ങാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഒരു സിനിമയെ തകർത്തു കഴിഞ്ഞാൽ വേറൊരു സിനിമ വരാനുള്ള സാധ്യത കുറഞ്ഞു വരും. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി നേരിൻ്റെ വഴികളിലൂടെ, സത്യത്തിൻ്റെ വഴികളിലൂടെ ഉയർത്തേണ്ടവ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്ന രീതിയിലേക്ക് മനുഷ്യ മനസ്സ് മാറേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം.